അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു DIY ഫ്ലവറാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു DIY ഫ്ലവറാണ്. ഈ ഫ്ലവർ നിങ്ങൾ പലയിടത്തിലും കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. തെർമോ ബീഡ്സ് വെച്ചിട്ട് ഫ്ലവർ ഉണ്ടാക്കുന്നതാണല്ലോ. അപ്പം നമ്മൾ എന്താ പറയുക, ടിഷ്യൂ പേപ്പർ ഇങ്ങനെ ചുരുട്ടിയിട്ട് വലിയൊരു ടിഷ്യൂവിലേക്ക് ഈ ചുരുട്ടിയ ടിഷ്യൂ പേപ്പർ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ നടുവിലേക്ക് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ സ്റ്റിക്ക് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് തിരിച്ചു കൊടുത്തതിന് ശേഷം എന്താ പറയുക, ഗ്രീൻ ടേപ്പ് ഉണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് ചുറ്റി കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഓരോ മുട്ടായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ മുട്ടായിട്ട് കിട്ടും. അതിന് ശേഷം തെർമോ ബീഡ്സ് ഉണ്ടല്ലോ, അത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അത് ക്രാഫ്റ്റിൻ്റെ ഷോപ്പിലൊക്കെ കിട്ടും. എനിക്ക് ഓറഞ്ചിൻ്റെ കളറായിട്ട് തന്നെ കിട്ടിയതാണ്. ഞാൻ അതിലേക്കൊന്നും കളറൊന്നും അടിച്ചതല്ല. അപ്പോൾ പ്ലെയിനായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ അതിലേക്ക് ഇഷ്ടമുള്ള കളർ അടിച്ചാൽ മതി. അപ്പം ഇതൊരു പാക്കറ്റ് എന്തോ 15 രൂപ 10 രൂപ അങ്ങനെ എന്തോ ആണ്. അപ്പം ഇങ്ങനെ നമ്മൾ ഒന്നൊന്നായിട്ട് നമ്മളിത് ഫുള്ള് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ഇവിടെ 3 ഫ്ലവർ ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ലീഫാണ് വേണ്ടത്. അപ്പം ആ ലീഫ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ അതിലേക്ക് ഒരു വൈറ്റ് പേപ്പർ എടുക്കുന്നുണ്ട്. പേപ്പർ എടുത്തിട്ട് അത് നന്നായിട്ട് ഇലയുടെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്തതിന് കൊടുത്തിട്ട് നടുവിൽ ഒരു കമ്പി നമ്മൾ കട്ട് ചെയ്ത് വയ്ക്കുക. കട്ട് ചെയ്തിട്ട് ഒരു ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നടുവിലായിട്ട് കമ്പി വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക. ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ചെയ്യുക. അതായത് ഈ ഇലയുടെ നടുവിലത്തെ ഒരു ഞരമ്പൊക്കെ ഉണ്ടല്ലോ, അതേപോലെ നമുക്ക് കിട്ടും. അപ്പം കുറച്ചുകൂടി നന്നായിട്ടുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് 3 കളറ് മിക്സ് ചെയ്തിട്ടാണ് ഇലയ്ക്കൊരു കളറ് എടുത്തത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ആഡ് ചെയ്യാം. ലൈറ്റാണെങ്കിലും നല്ല കരിമ്പച്ച വേണോ, എങ്ങനത്തെ ഇല വേണോ നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങൾ കളർ അടിച്ചു കൊടുക്കാം. അപ്പോൾ നാട്ടിലൊക്കെ ഭയങ്കര മഴയാണ് എന്നറിയാം. നിങ്ങൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. മഴ പെട്ടെന്ന് തന്നെ കുറയാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. അപ്പം പിന്നെ നമ്മൾ ഇതിൻ്റെ എക്സസൈസായിട്ട് വന്നിട്ടുള്ള ലീഫിൻ്റെ സൈഡിലൊക്കെ ഉണ്ടല്ലോ പേപ്പർ, അത് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളിതിലേക്ക് പെയിൻ്റ് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ കുറേ ലീഫ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്കൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പം ഒരു ലീഫ് ഒരു ഫ്ലവറിൽ വെച്ചിട്ട് നമ്മൾ ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. അതേപോലെ പറയാൻ വിട്ടുപോയി, നമ്മുടെ ലീഫ് ചെയ്ത് പെയിൻ്റ് അടിച്ചതിന് ശേഷം അതിൻ്റെ തണ്ടിൽ നമ്മൾ ഗ്രീൻ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് കറക്റ്റായിട്ട് ആ ലീഫിൻ്റെ ഒരു ഇത് കിട്ടുള്ളൂ, പെർഫെക്ഷൻ കിട്ടുള്ളൂ. അപ്പം നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ഫ്ലവറിലേക്ക് നമ്മളൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അത്ര തന്നെ. അപ്പം എല്ലാ ഫ്ലവേഴ്സിലും നമ്മൾ ലീഫ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പം ഒരെണ്ണത്തിൽ 2 ലീഫായിട്ടാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം എല്ലാത്തിലും ഇതേപോലെ വെച്ചതിന് ശേഷം ആ ഇലയ്ക്കുന്ന സൈഡിലോട്ടൊന്ന് നിവർത്തി കൊടുക്കുന്നുണ്ട്. നിവർത്തി കൊടുത്തിട്ട് ബാക്കി എല്ലാം കൂടി, അതായത് ഇപ്പോൾ 3 ഫ്ലവർ ഒരുമിച്ച് നമ്മൾ ഒരു ചെടിയിൽ നിന്ന് വരുന്ന പോലെ നമ്മൾ എല്ലാം കൂടി വെച്ചിട്ട് ഒന്ന് ടേപ്പ് വെച്ച് ചുറ്റി കൊടുക്കുകയാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് എൻ്റെ ചാനലിൻ്റെ വിജയം എന്ന് ഞാൻ പറയുന്നു.
അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദി. അതേപോലെ ഗിഫ്റ്റൊക്കെ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അടുത്ത ഗിവ് ഞാൻ പറയാം. അപ്പം എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പം ഓരോ ലീഫ് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് നല്ലൊരു ഫ്ലവർ വേസിലോ ഇല്ല എന്തെങ്കിലും ഒരിതിൽ നിങ്ങൾ വെച്ചെടുക്കുക. അപ്പം എൻ്റെ നല്ലൊരു ഫ്ലവർ വേസ് ഇല്ല, ഒരു ലവിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, അതിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഫൈനൽ ലുക്ക് അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.